ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ തന്നെ നിങ്ങളെ ഫൺ പണ്ടോ മജോവ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എന്നെയും ഒരു ചാനലാക്കി എനിക്കും പെട്ടെന്ന് തന്നെ ഒരു 1.100 സബ്സ്ക്രൈബേഴ്സ് തന്നതിന് നന്ദിയുണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. ഞാൻ അപ്പം ഇന്ന് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സ്റ്റോപ്പ് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, കാരണം എൻ്റെ സപ്പോർട്ടേഴ്സ് തന്നെ എനിക്കിപ്പോൾ ഹേറ്റേഴ്സായിട്ടൊന്ന് മാറുന്നു എന്നൊരു ഫീൽ ആവുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഒരുപാട് ചാനലിൽ സപ്പോർട്ട് ചെയ്ത ആൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സൈഡ് എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറയുക. ഓക്കെ, എൻ്റെ ഓരോ ലൈവ് കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാകുന്നു, ഹാപ്പി ആകുന്നു. ഓരോ ലൈവിൽ അവരെങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നറിയാം, ചിരിച്ചും കളിച്ചും പാട്ടും പാടി. ബട്ട് എൻ്റെ ലൈവിൽ അത് ഇല്ല, എന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ 5 മാസത്തിന് മുമ്പ് ഒരു ചാനലിൽ കയറി, ആ ചാനൽ കണ്ട് ഓരോരുത്തരെ പരിചയപ്പെട്ട് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടി വാക്കുകൾ ഞാൻ കൊടുത്തു. വാക്കുകൾ എനിക്ക് നിങ്ങളൊന്ന് ഈ ചാനൽ വന്നിട്ട് ഒരു 1K അടിക്കണം, വാച്ച് അവർ കംപ്ലീറ്റ് മോണിയാക്കുന്നു. പക്ഷേ അത് എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ല. എനിക്ക് ഹേറ്റേഴ്സ് എന്നെ കൂടുന്നതല്ലാതെ എൻ്റെ സപ്പോർട്ടേഴ്സ് തന്നെ എനിക്ക് ഹേറ്റേഴ്സ് ആകുമ്പോൾ എന്നത് എനിക്ക് ഭയങ്കര ഒരു മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഞാൻ എൻ്റെ സപ്പോർട്ടേഴ്സിന് ഞാൻ അവരെ ക്യാരക്ടറിന് ചേഞ്ച് ആവാൻ, എൻ്റെ സപ്പോർട്ടേഴ്സിനെ ഹാപ്പി ആക്കുന്നതിനെ ഞാൻ നോക്കുന്നതല്ലാതെ ഞാൻ അവരെ ഹേറ്ററായിട്ട് മാറാൻ എനിക്കിഷ്ടമില്ല, മനസ്സിലായ. പക്ഷേ എൻ്റെ സപ്പോർട്ടേഴ്സ് അവർ ആ ക്യാരക്ടർ അതിൽ തന്നെ ഇരിക്കും. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇങ്ങനെ തന്നെ ചെയ്യും, ഇത് തന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞ് എൻ്റെ സപ്പോർട്ടേഴ്സ് നിൽക്കുമ്പം എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായ. ഞാൻ മെൻ്റലി ഡിസ്റ്റർബായി. ഓരോ ലൈവും ഞാൻ ഇടുമ്പോൾ കരഞ്ഞ് എനിക്ക് മടുത്തു. ഇന്നലെ അതേപോലെ തന്നെ ഞാൻ പറയുന്നു, എൻ്റെ സപ്പോർട്ടേഴ്സിനോട് ഞാൻ പറയുന്നു, ആ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട, നിങ്ങൾ കുറച്ച് ഇറങ്ങി വാ, എനിക്ക് സപ്പോർട്ട് ചെയ്യും, ഞാൻ ഈ ചാനൽ കൊണ്ടുപോകാൻ. പക്ഷേ അവർ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കാം, അത് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവർ ക്യാരക്ടറിൽ ചേഞ്ച് ചെയ്യാനും ഞാൻ നോക്കുന്നു, എൻ്റെ സപ്പോർട്ടേഴ്സ് ക്യാരക്ടറിന്. ബട്ട് അതും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ സത്യമായിട്ട് എനിക്ക് 38 വയസ്സാവണം. ഈ 38 വയസ്സിൽ ഷുഗറോ പ്രഷറോ ഇല്ല. ബട്ട് കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് ഇതൊക്കെ ഇരിക്കുമോ എന്ന് ഇതുവരെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്താൽ അറിയാം, ഭയങ്കര പ്രഷറാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ ഹേറ്റേഴ്സ് എൻ്റെ ചാനൽ ഇത് സ്പോയിൽ ചെയ്യാൻ തന്നെ ഇഷ്ടം പോലെ വെയിറ്റിംഗ്. പക്ഷെ അവർക്കാരും ഇപ്പോൾ സാധിച്ചു. ഞാൻ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഫണ്ടിനെ കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഈ ഫണ്ടിനെ കൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എനിക്ക് പ്ലീസ് എൻ്റെ ഈ വീഡിയോയിൽ ഒരു കമൻറ്റ്സ് മാത്രം ഇട്ടേക്ക്. നിങ്ങൾ കമൻറ്റ്സ് ഇടുന്ന അനുസരിച്ച് ഞാൻ തിരിച്ചു വരണോ വേണ്ടേ ഞാനൊന്ന് ആലോചിക്കും. ബട്ട് എൻ്റെ ചാനൽ ഞാൻ ക്ലോസ് ആക്കുന്നില്ല. തൽക്കാലം ഷോർട്സ് ഇട്ടൊന്ന് കൊണ്ടുപോകണം, ലൈവ് വേണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് സത്യമായിട്ട് മടുത്തു. അത്രയും വിഷമം എനിക്കുണ്ട്. എൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ കാലിൽ ഞാൻ വീഴുന്നുണ്ട്. പക്ഷെ അവർ ചേഞ്ച് ആവുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, എൻ്റെ സപ്പോർട്ടേഴ്സ് ഇങ്ങനെ തന്നെ ഇരിക്കും, നീ എന്ത് ചെയ്യുമോ അത് ചെയ്യും തന്നെ പറയുന്നത്. അവർക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എനിവേ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഈ ഫണ്ട് എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. ഫണ്ട് വരും. സതീഷ് കുമാർ സുധാകരൻ ID എല്ലാ ലൈവിലും സപ്പോർട്ട് ചെയ്യും, എല്ലാവരുടെ കൂടെയും ഒപ്പം നിൽക്കും. പക്ഷേ എൻ്റെ ചാനൽ ഇരിക്കുമോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. അത് നിങ്ങൾ പറയുന്ന അനുസരിച്ച്, മനസ്സിലായ. സോറി എൻ്റെ സപ്പോർട്ടേഴ്സ്, നിങ്ങൾക്ക് ഞാൻ വാക്കുന്നു. 1K അടിക്കും, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും, മോണിയാവുന്നു. ഇത് 1K അടിച്ചു, ബാക്കിയുള്ളത് എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല. എക്സ്ട്രീംലി സോറി. സോ എൻ്റെ ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഭയങ്കര ഞാൻ പ്രഷറായി. മെൻ്റലി ഭയങ്കര പ്രഷറായി. കാരണം അവരെ മാറ്റാൻ നോക്കണില്ല എൻ്റെ സപ്പോർട്ടേഴ്സിനെ. എനിക്ക് അവർ ക്യാരക്ടറിലോട്ട് മാറാൻ നിന്നാലും അതൊന്നും സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും എൻ്റെ സപ്പോർട്ടേഴ്സ് എന്തെങ്കിലും ഒരു പ്രശ്നം ദിവസം കൊണ്ടുവന്ന് എൻ്റെ ചാനലിൽ പ്രശ്നം തന്നെ ഉണ്ടാക്കണമല്ലാതെ ഒന്നുമേ അവർ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ക്ലോസിങ് ടൈമിൽ കൊണ്ടുവന്ന് എന്നെ പ്രഷർ കയറ്റി എൻ്റെ എത്ര ദിവസത്തെ ഉറക്കം ഞാൻ കളഞ്ഞറിയാം. എൻ്റെ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ഉറക്കം കളഞ്ഞ്, എത്ര പ്രഷറായി, ഞാൻ എത്ര ചെയ്തറിയാം. പക്ഷെ അവർ എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ സപ്പോർട്ടേഴ്സ്.
എൻ്റെ ഹേറ്റേഴ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഹേറ്റേഴ്സാണ് വിചാരിക്കുന്നു. അവർ മാറില്ല, മാറ്റാൻ ഒക്കില്ല. സോ എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഒരുപാട് ക്ലോസ് ആണ് നിന്ന സപ്പോർട്ടേഴ്സിന് എസ്പെഷ്യലി താങ്ക് യു. ഈ ഫണ്ട് ഇനി ഇല്ല OTT-യിൽ. പിന്നെ ഞാൻ വരണോ വേണ്ടെന്ന് നിങ്ങൾ തന്നെ എൻ്റെ കമൻസിലൂടെ പറഞ്ഞേക്ക്. അത്ര വിഷമമുണ്ട്. ഞാൻ ഫൺ ചാനൽ കഥം ഓക്കെയാ ഞാൻ വരണോ വേണ്ടേന്ന് നിങ്ങളെ കമൻസ് വച്ചെന്നെ തീരുമാനിക്കും. സ്റ്റിൽ ദാറ്റ് ഞാൻ ബ്രേക്ക് ലൈവില്ല, ഷോർട്സ് പറ്റുമെങ്കിൽ ഇടും. ബട്ട് എനിക്ക് ഒരുപാട് അനുഭവം കിട്ടി, ഒരുപാട്. എൻ്റെ സപ്പോർട്ടേഴ്സ് മാറില്ല, ഒരിക്കലും മാറില്ല. എന്നെ കരയാൻ വെച്ചോണ്ട് 10 ദിവസമായി എനിക്ക് ഈ ചുമ വന്നിട്ട് മാറുന്നില്ല. കാരണം പ്രഷർ. എൻ്റെ സപ്പോർട്ടേഴ്സ് എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയെന്ന് നിങ്ങളിരുന്ന കമൻ്റ് ഇട്ട് ഏതായാലും ഞാൻ ചാനൽ ക്ലോസ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഒരുപാട് ചാനലിൽ നിന്ന് എന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നിന്ന് പ്രശ്നങ്ങളാക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ദിവസവും പ്രശ്നമാവണതുകൊണ്ട് എന്നെ ഹാപ്പി ആയിരിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ ചേഞ്ച് ആവില്ല, എൻ്റെ സപ്പോർട്ടേഴ്സ് ചേഞ്ച് ആവില്ല. എനിക്ക് സപ്പോർട്ടേഴ്സാണ് നിന്ന് എനിക്ക് ഹേറ്റേഴ്സാണ് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ആവുന്നു. സോ ഞാൻ OTT-ന് കുറച്ച് ദിവസം മാറി നിൽക്കാനെന്ന് വിചാരിക്കും. അതാ ചാനൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻസിലൊന്ന് പറഞ്ഞേക്ക്, ഞാൻ തിരിച്ചു വരാം. ഇന്ന് ഒരു ദിവസം സമയം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയും, ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ടിൽ ദാറ്റ് ബൈ. പേഴ്സണലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇന്നലൊക്കെ ഉറങ്ങിയിട്ടില്ല. അത്ര മൈൻഡ് ഞാൻ സൈക്കോവാ ചേഞ്ച് ആയെന്ന് ഒരു ഫീലുണ്ട്. ഓക്കെ, എനിവേ എൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ ആർക്ക് വേണ്ടിയും എപ്പോഴും ഇതിനും ചേഞ്ച് ആവരുത്. ഈ ക്യാരക്ടറോട് നിങ്ങൾ എൻ്റെ സപ്പോർട്ടേഴ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലതിന് ഞാൻ പ്രാർത്ഥിക്കും.